പ്രിയമുള്ളവരെ, ഈശോയുടെ സാമൂഹിക മണ്ഡലത്തിലുള്ള സമൂഹത്തിൽ ഉള്ള ഈശോയുടെ സ്ഥാനത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവത്തെക്കുറിച്ച് ഈശോ നൽകുന്ന ഒരു പാഠമാണ്. നമ്മളത് കാണാൻ ആഗ്രഹിക്കുന്നത് മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 30 മുതലുള്ള തിരുവചനങ്ങൾ ധ്യാനിച്ചുകൊണ്ടാണ്. 6:30 നമ്മളിങ്ങനെ വായിക്കും, അപ്പോസ്തലന്മാർക്കും ഈശോയ്ക്കും വിശ്രമിക്കാൻ പോലും സമയം ലഭിച്ചിരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പോലും സമയമുണ്ടായിരുന്നില്ല. പിന്നെ പലരും അവിടെ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയിലാണ് ഈശോ അപ്പോസ്തലന്മാരോട് പറയുന്നത്, നമുക്ക് അല്പം വിശ്രമിക്കാം, വരുവിൻ, നമുക്ക് അല്പം വിശ്രമിക്കാം. ഇത് കേട്ടപ്പോൾ തന്നെ അപ്പോസ്തലന്മാര് വഞ്ചിയിൽ കയറി ഗലീല തടാകത്തിന്റെ മറുകരയിലേക്കാണ് അവർ വിശ്രമിക്കാനായിട്ട് പോകുന്നത്. ഈശോയും വഞ്ചിയിൽ കയറി, അപ്പോസ്തലന്മാരും വഞ്ചിയില്. അവരങ്ങനെ തടാകത്തിന്റെ മറുകരയ്ക്ക്, കടലിന്റെ മറുകരയ്ക്ക് നീങ്ങുമ്പോൾ പൊതുജനം ഈ ന്യൂസ് അറിഞ്ഞ്, ഈ വാർത്ത അറിഞ്ഞ് പൊതുജനം കരയിലൂടെ ഓടി ഈശോയും ശിഷ്യന്മാരും ഈ തടാകത്തിന്റെ മറുകരയിൽ എത്തുന്നതിന് മുമ്പേ അവിടെ ഓടിക്കൂടി. ബൈബിൾ പറയുന്നതനുസരിച്ച് 5000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നൊരു സമൂഹം. ഈ സമൂഹത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നുകയാണ്. ഈശോ വിശ്രമത്തിന്റെ കാര്യമൊക്കെ മറന്നുപോയി. അങ്ങനെ അവരോട് ഈശോ സംസാരിക്കാൻ തുടങ്ങി. തിരുവചനങ്ങൾ, നിത്യസത്യങ്ങളെ കുറിച്ചൊക്കെയുള്ള സന്ദേശങ്ങൾ ഈ ജനത്തോട് അനുകമ്പ തോന്നിയതുകൊണ്ട്, അവരോട് പരിഗണന തോന്നിയതുകൊണ്ട് ഈശോ അവരോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സമയം സന്ധ്യയാകുകയാണ്, സമയം സായാഹ്നമായി. ഈ സമയത്ത് അപ്പോസ്തലന്മാര് ഈശോയോട് പറയുന്നുണ്ട്, ഇവരെ പറഞ്ഞു വിടണം. ഇവരിങ്ങനെ ഇരുന്നാൽ ഇവർക്ക് എങ്ങനെ വിശ്രമിക്കാൻ സാധിക്കും? കാരണം സമയം സന്ധ്യയാവും. അതുപോലെ ഇത് വിജനപ്രദേശമാണ്. ഒപ്പം ഇവർക്കെല്ലാം കൂടി ഭക്ഷണം കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ സാമ്പത്തികോട്ട് ഇല്ലതാൽ 200 ധനാരയ്ക്ക് അപ്പം വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ പോലും ഇവർക്ക് തികയത്തില്ല. 5000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും വേറെ, അങ്ങനെ എണ്ണാൻ പറ്റാത്ത രീതിയിൽ ജനസാഗരമാണ് അവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലന്മാര് അവിടെ തടസ്സങ്ങൾ പറയുകയാണ്. പക്ഷെ ഈശോ പറയുന്നത്, നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അപ്പോസ്തലന്മാര് പറഞ്ഞത്, 200 ധനാരയ്ക്ക് അപ്പം കൊണ്ടുവന്നാൽ ഇവർക്ക് തികയത്തില്ല, വാങ്ങിയിട്ട് വരാനുള്ള സാമ്പത്തികം നമ്മുടെ കസ്റ്റഡിയിൽ ഇല്ല. അപ്പൊ ഈശോ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അപ്പോഴാണ് അപ്പോസ്തലന്മാര് അവരുടെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉള്ള കാര്യം സൂചിപ്പിക്കുന്നത്. ഈശോ പറയുകയാണ്, ഈ 5 അപ്പവും 2 മീനും എടുക്കുക. 5 അപ്പവും 2 മീനും അവരെടുത്ത് ഈശോയുടെ കയ്യിൽ കൊടുത്തു. ഈശോ ഈ 5 അപ്പവും 2 മീനും പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ആശീർവദിച്ച് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാരെ തന്നെ ഏൽപ്പിക്കുകയാണ്. ശിഷ്യന്മാര് ഇത് വിളമ്പാൻ തുടങ്ങി. ഇത് വിളമ്പും തോറും ഈ അപ്പം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അപ്പം വർദ്ധിച്ച് 5000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഭക്ഷിച്ച് തൃപ്തരായതിനു ശേഷം ഈ അപ്പോസ്തലന്മാരോട് പറയുന്നുണ്ട്, ഒരു കഷ്ണം പോലും നഷ്ടപ്പെടുത്തരുത്, എല്ലാം ശേഖരിക്കുക. അങ്ങനെ ഈ അപ്പക്കഷ്ണങ്ങൾ ശേഖരിച്ചപ്പോൾ 12 കൊട്ട നിറയെ അവർക്ക് ലഭിക്കുകയാണ്. അപ്പോസ്തലന്മാര് 12 പേരാണ് നമുക്കറിയാം. ഓരോ അപ്പോസ്തലനും ഓരോ കൊട്ട വീതം അവർക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ സാധിക്കത്തക്ക ലെവലിൽ അപ്പം വർദ്ധിച്ചിട്ട് അത് മിച്ചം വരികയാണ്. ഇവിടെ അപ്പോസ്തലന്മാർ ഈശോ വലിയൊരു സത്യമാണ് പഠിപ്പിക്കുന്നത്. ആ സത്യം എന്ന് പറയുന്നത്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അവൻ തന്റെ ഉള്ളിലേക്ക് തന്നെ വലിയാൻ ആഗ്രഹിക്കുന്നവനാണ്. പാപത്തിന്റെ ഒരു പശ്ചാത്തല മതമാണ്. അതാണ് അന്തർമുഖത, ഇൻട്രോവർട്ടായിരിക്കും. മറ്റുള്ളവരെ കുറിച്ച് ചിന്തയില്ലാത്തവരായി തന്റെ ഉള്ളിലേക്ക് തന്നെ വലിഞ്ഞ് സ്വാർത്ഥതയുടെ പശ്ചാത്തലത്തിൽ തന്റെ കാര്യം, സ്വന്തം കാര്യം ചിന്താവാം. എന്റെ കാര്യം എങ്ങനെയെങ്കിലും കുറച്ചൊക്കെ പ്രാർത്ഥിക്കലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു, എന്റെ ജീവിതം എനിക്കെല്ലാം സുഖമായിരിക്കണം, അത് ഞാനുമായി ബന്ധപ്പെട്ട് വരുന്ന വീട്ടുകാരും ഒക്കെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നാൽ മതി. അപ്പൊ ഒരു അന്തർമുഖത, ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ജീവിതം, അവിടെ സ്വാർത്ഥതയുടെ പശ്ചാത്തലം കടന്നു വരുന്നു. മാത്രമല്ല
മറ്റുള്ളവരുടെ മേൽ ഇത്തിരി ആധിപത്യമൊക്കെ പുലർത്തി. ഇങ്ങനെയുള്ളവര് മറ്റുള്ളവർ ആധിപത്യം പുലർത്തുന്നവരായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം വ്യയം ചെയ്യുന്നവരായിരിക്കും, ജീവിതം പങ്കുവെക്കുന്നവരായിരിക്കും. അവർ കുറച്ച് അഹങ്കാരികളുമായി, കാരണം എൻ്റെ ജീവിതം കുഴപ്പമൊന്നുമില്ല, എനിക്ക് സുഖമാണ്, ഞാൻ എൻ്റെ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു, മറ്റുള്ളവർക്ക് ഒന്നും ഭംഗിയായിട്ട് നടക്കുന്നില്ല. ഇതൊക്കെ ഒരു അഹങ്കാരത്തിന്റെയും അതുപോലെ ഒരു അന്തർമുഖതയുടെയും അതുപോലെ തന്നെ ആധിപത്യത്തിന്റെയും ഒക്കെ ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഈ സാധ്യതകളെ ഇല്ലായ്മ ചെയ്യണമെന്നാണ് ഈശോ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത്. കാരണം അവർക്ക് വേണ്ടി 5 അപ്പവും 2 മീനെല്ലാം കരുതി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം അവർക്ക് പിടിച്ചു നിൽക്കാം, ഒരു ദിവസമൊക്കെ അവരുടെ കാര്യം അഡ്ജസ്റ്റ്മെന്റിൽ പോയിക്കൊള്ളും. ആ 5 അപ്പവും 2 മീനും അവരുടെ സ്വാർത്ഥത വെടിഞ്ഞ്, അതുപോലെ അവരുടെ അഹങ്കാരം വെടിഞ്ഞ്, അതുപോലെ അവർ ഉള്ളിലേക്ക് വലിയുന്ന ആ സ്വഭാവമൊക്കെ ഉപേക്ഷിച്ചിട്ട് അവര് പൊതുജനത്തെ കുറിച്ച് ചിന്തയുള്ളവരായിരിക്കണം, സമൂഹത്തെ കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. കാരണം സമൂഹത്തിൽ ജനം വിശന്ന് അവർ അസ്വസ്ഥരായിരിക്കും. അവര് തന്നെ വിട്ടാൽ ഈശോ പറയുന്നുണ്ട് അവർ വഴിസൈഡിൽ തളർന്നു വീണെന്ന് വരാം. ഈശോ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അവർ വഴിസൈഡിൽ തളർന്നു വീണെന്നൊക്കെ വരാം. അതുകൊണ്ട് അവരെ തനിച്ചു വിടരുത്. ഭക്ഷണം വിശന്ന ആ അവസ്ഥയിൽ അവരെ പറഞ്ഞു വിടരുത്. അവർക്ക് ഭക്ഷണം കൊടുത്ത് തൃപ്തിയാക്കിയിട്ടേ വിടാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് ഈശോ നമുക്ക് തരുന്ന വലിയൊരു മാതൃക അല്ലെങ്കിൽ ഒരു പഠനം എന്ന് പറയുന്നത്. ഈ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല, അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും സുഖകരമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടല്ല, അവരെ ജനത്തിനിടയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ മുറിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ സമൂഹത്തിന് വേണ്ടി ചെറുതാകാൻ തക്ക രീതിയിൽ അവരുടെ മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈശോ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത്. പക്ഷെ അവരുടെ ജീവിതത്തെ മുറിച്ചു കൊടുത്താൽ, മറ്റുള്ളവർക്ക് വേണ്ടി ചെറുതായാൽ ഒരിക്കലും നഷ്ടമല്ല, അത് ലാഭമാണ്. കാരണം 5 അപ്പവും 2 മീനും അത് മുറിച്ച് ചെറുതാക്കി അത് വിളമ്പുമ്പോൾ അത് വർദ്ധിച്ചു കൊണ്ടിരുന്നു. അത് വർദ്ധിച്ച് കണ്ടല്ലോ, 5000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും കഴിച്ചിട്ട് മിച്ചം വന്നു. അപ്പസ്തോലന്മാര് 12 കൊട്ട നിറയാണ് ശേഖരിച്ചത്. ഒരിക്കലും നഷ്ടമല്ല, ലാഭമാണ്. നമ്മൾ സമൂഹത്തിൽ മറ്റു മനുഷ്യർക്ക് വേണ്ടി നമ്മളെ തന്നെ, നമ്മുടെ സൗകര്യങ്ങൾ, നമുക്കുള്ള സമ്പത്ത്, നമുക്കുള്ള അറിവ്, അതുപോലെ നമുക്കുള്ള സാധന സാമഗ്രികൾ, അതുപോലെ നമുക്ക് കിട്ടുന്ന കൃഷി ഇടങ്ങളിൽ നിന്നെല്ലാം കിട്ടുന്ന ഫലമൂലാദികൾ, അതുപോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതെല്ലാം നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ നമ്മളൊരു വേലി കെട്ടി മതില് പണിത് മതി ഇതിനെ പിന്നെ ഇങ്ങനെ എഴുതി വയ്ക്കും, പട്ടിയുണ്ട് സൂക്ഷിക്കുക, ബിവെയർ ഓഫ് ഡോഗ്സ്, ഇങ്ങോട്ട് ആര് കയറി വരരുത്, മതിൽ വെച്ചാൽ മതി ഇതിലെ. ആ തലത്തിൽ കണ്ടു ഒരു അന്തർമുഖത. ആ രീതിയിൽ തന്റെ ഉള്ളിലേക്ക് തന്നെ വലിഞ്ഞ് വേറെ ആരുമായി മിങ്കിളിംഗ് ഇല്ല, ആരുമായി മിണ്ടാട്ടമില്ല, എന്റെ സ്വന്തം ജീവിതം സുഖകരമാക്കുക, അല്ലെങ്കിൽ കുടുംബത്തിന്റെ അവസ്ഥ മനോഹരമാക്കുക. അതിനപ്പുറത്ത്, നമ്മുടെ മതിലിനപ്പുറത്തും ആൾക്കാരുണ്ട്. ആ ജനത്തെ കുറിച്ച് ബോധ്യപ്പെട്ട് അവിടെ നമുക്ക് പരിമിതികൾ പറയാൻ സാധിക്കും. സമയമില്ല, അതുപോലെ സമയം സന്ധ്യയായി, അതുപോലെ വചന പ്രദേശമാണ്, സാമ്പത്തികമില്ല. പക്ഷേ നമുക്ക് ഉള്ളത് നമ്മൾ പങ്കുവയ്ക്കാൻ തയ്യാറായാൽ തീർച്ചയായും അത് വർദ്ധിക്കും. ചുറ്റുപാട് സമൃദ്ധി ഉണ്ടാകും. അതുവഴി നമുക്കും അനുഗ്രഹം ഉണ്ടാകും, നമുക്കും ഐശ്വര്യം ഉണ്ടാകും, മിച്ചം വരുന്ന അനുഭവം ഉണ്ടാകും. അങ്ങനെ പങ്കുവെക്കലിലൂടെ സഭ ഇന്ന് ഐശ്വര്യം പ്രാപിക്കുന്നു. വലിയ സമൃദ്ധിയിലേക്ക് സഭ കടന്നു വരുന്നു. യേശുവിശ്വാസികൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്നു. അവന്റെ തന്ത്രം എന്ന് പറയുന്നത്, രഹസ്യം എന്ന് പറയുന്നത് ഈശോ പഠിപ്പിക്കുന്ന ഈ പങ്കുവെക്കലിന്റെ സ്വഭാവമാണ്. ആണ് നമുക്കുള്ളതിന്റെ ഓഹരി, ഷെയർ. മറ്റുള്ളവരുമായിട്ടൊക്കെ പങ്കുവെക്കുമ്പോഴാണ് നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുള്ള സൂചന. സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 30 മുതൽ തിരുവചനങ്ങളിലൂടെ അപ്പസ്തോലന്മാർ ഈശോ പഠിപ്പിച്ചെങ്കിൽ നമുക്ക് ഇന്നത് പ്രാക്ടിക്കലാക്കാൻ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കാം. ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.